ബ്രിട്ടൻ അപരിചിതരുടെ ഒരു ദ്വീപായി മാറുന്നു എന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പുതിയ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ പ്രഖ്യാപിച്ചത്. രാജ്യാതിർത്തികൾ ലേബർ സർക്കാർ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ബ്രിട്ടനിലേക്കുള്ള നിയമപരമായ കുടിയേറ്റവും കുറയ്ക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച നിയമങ്ങളും കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും തടയാൻ മതിയാകുമോ എന്ന സംശയത്തിലാണ് കൺസർവേറ്റീവ് പാർട്ടി. ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കേണ്ടത്. കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന റീഫോം യുകെയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ ഭരണകക്ഷിയെ കുടിയേറ്റത്തിനെതിരെ കർശന നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഓട്ടോമാറ്റിക് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ പാടെ പിഴുതെറിയുന്നതാണ് പുതിയ പൗരത്വ നിയമം. നേരത്തെ യുകെയിൽ 5 വർഷം താമസിച്ച ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും പൗരത്വത്തിനുള്ള അർഹത ലഭിക്കുമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ 10 വർഷമാക്കി ഉയർത്തി. മാത്രമല്ല, ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനവും ആവശ്യമാണ്. ഇത് ബ്രിട്ടനിലേക്ക് വർക്ക് വിസ ലഭിക്കുന്നതിനും ബാധകമാണ് എന്ന് മാത്രമല്ല, ആശ്രിത വിസയിൽ ആശ്രിതരെ കൊണ്ടുവരണമെങ്കിൽ അവർക്കും ഉയർന്ന നിലയിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണ്. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തതാണ് കുടിയേറ്റക്കാർക്ക് ഇംഗ്ലീഷ് സമൂഹവുമായി ഒത്തുപോകുന്നതിൽ തടസ്സമാകുന്നത് എന്നാണ് ഇതിന് കാരണമായി പറയുന്നത്. മറ്റൊരു സുപ്രധാന മാറ്റം വന്നിരിക്കുന്നത് കെയർ വർക്കർ വിസയുമായി ബന്ധപ്പെട്ടാണ്. കെയർ വർക്കർ വിസ പൂർണ്ണമായും നിർത്തലാക്കുകയാണെന്ന് ഹോം സെക്രട്ടറി യുവൈറ്റ് കൂപ്പർ അറിയിച്ചിട്ടുണ്ട്. കെയർ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ വിദേശത്തു നിന്നും കെയറർമാരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയില്ലെന്നും അതിന് പകരമായി ബ്രിട്ടീഷ് പൗരർക്ക് ആവശ്യമായ പരിശീലനം നൽകി ബ്രിട്ടീഷ് കെയറർമാരുടെ ഒരു സേനയെ സൃഷ്ടിക്കാനുമാണ് ഹോം സെക്രട്ടറി ആവശ്യപ്പെട്ടത്. ഈ മാറ്റങ്ങളെല്ലാം പൂർണ്ണമായും നടപ്പിൽ വരാൻ 2028 വരെ സമയമെടുക്കും. അതുവരെ ബ്രിട്ടനിലുള്ള വിദേശ കെയറർമാർക്ക് വിസ നീട്ടുന്നതിനായി അപേക്ഷിക്കുകയും ചെയ്യാം. സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് വ്യാജ സ്ഥാപനങ്ങൾ ബ്രിട്ടനിൽ എത്തിച്ച് കബളിപ്പിച്ച 40,000-ഓളം വിദേശ കെയറർമാർ ബ്രിട്ടനിൽ ഇപ്പോൾ തൊഴിൽ ഇല്ലാതെയുണ്ട്. തദ്ദേശ കെയറർമാരെ തയ്യാറാക്കുന്നതുവരെ ഇവരെ നിയമിക്കാനാവുന്നതാണെന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാതലായ മാറ്റം വന്നിരിക്കുന്നത് വിദേശ കുറ്റവാളികളുടെ കാര്യത്തിലാണ്. നേരത്തെ ഒരു വിദേശി ബ്രിട്ടനിൽ കുറ്റം ചെയ്താൽ 1 വർഷത്തിലധികം ജയിൽ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ നാടുകടത്തുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഒരു വിദേശി എന്തു കുറ്റം ചെയ്താലും വിസ റദ്ദാക്കാനും നാടുകടത്താനുമുള്ള വിവേചനാധികാരം ഹോം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കും. മാത്രമല്ല, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവകാശം നൽകുന്ന യൂറോപ്യൻ കൺസെഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 8 ദുരുപയോഗം ചെയ്ത് നാടുകടത്തലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒഴിവാക്കാനുള്ള നിയമവും കൊണ്ടുവരും. ആർട്ടിക്കിൾ 8 ഉയർത്തി വരുന്ന ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മാറ്റം കാര്യമായി ബാധിക്കുന്ന മറ്റൊരു വിഭാഗം വിദേശ വിദ്യാർത്ഥികളാണ്. പ്രതിവർഷം 1.5 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റ് വിസ വഴി യുകെയിൽ വരുന്നത്. നിലവിൽ അവർക്ക് കോഴ്സ് കഴിഞ്ഞാലും 2 വർഷം വരെ യുകെയിൽ തുടരാനാകും. എന്നാൽ ഇപ്പോഴിത് 18 മാസമായി കുറച്ചിരിക്കുകയാണ്. അതുപോലെ വർക്ക് വിസയ്ക്ക് ആവശ്യമായ സ്കിൽ ത്രേഷോൾഡ് ഡിഗ്രി ലെവലിലേക്ക് ഉയർത്തുകയാണ്. 2021-നും 2024-നും ഇടയിൽ കുറഞ്ഞ തലത്തിലുള്ള സ്കില്ലുകൾ ആവശ്യമായ തൊഴിലുകൾക്കായിരുന്നു വിദേശികൾ കൂടുതലായി എത്തിയിരുന്നത്. അതിനി അസാധ്യമാകും. ഈ സ്കിൽ നിലവാരത്തിന് താഴെ മാത്രം സ്കിൽ ആവശ്യമായ ജോലിക്ക് വിദേശികളെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് കർശനമായും സമയപരിമിതി വെച്ചുകൊണ്ടായിരിക്കണം. മാത്രമല്ല, അത്തരം തൊഴിലുകൾക്ക് അനുയോജ്യമായ തൊഴിലാളികളുടെ ക്ഷാമമുണ്ടെന്നും തെളിയിക്കണം. നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഇങ്ങനെ എത്തുന്ന തൊഴിലാളികൾ മടങ്ങിപ്പോവുകയും വേണം.